തികച്ചും അൺഎക്സ്പെക്റ്റഡായി ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലേക്ക് വന്ന വളരെ ഹതഭാഗ്യവരായിട്ടുള്ളൊരു കപ്പിൾസാണ് ഞങ്ങൾ. എല്ലാം പ്രെഡിക്റ്റബിൾ ആണെങ്കിൽ പിന്നെ അതിനെ ലൈഫ് എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ലൈഫ് ഇങ്ങനെയൊക്കെയാണ്. നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ടിസ്റ്റ് കൊണ്ടുവരും. ആ ടിസ്റ്റിന് നമ്മൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു, എങ്ങനെ റിജക്റ്റ് ചെയ്യുന്നു, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഞങ്ങളുടെ രണ്ടുപേരുടെയും കരിയർ ലൈഫിൽ കുറച്ചുകൂടി ഗ്രോത്ത് കിട്ടുന്ന ഓപ്ഷൻസ് വന്നപ്പോൾ കംഫർട്ട് സോണിനേക്കാളും ഞങ്ങൾ കരിയർ ഗ്രോത്തിനാണ് മുൻഗണന കൊടുത്തത്. അങ്ങനെയൊക്കെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്. ഈ കഥയൊക്കെ പറഞ്ഞിങ്ങനെ നടന്ന് നമ്മൾ കുറച്ച് ദൂരം കൊണ്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ബോർഡിൽ കാണിക്കുന്ന ഡൽഹി എയർപോർട്ട് ടെർമിനൽ 3, അങ്ങോട്ടേക്കാണ് നമ്മുടെ യാത്ര. ഈവനിങ് ടൈം ആയതുകൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ട് പുറത്ത്. റോഡ് മാർഗം പോവുകയാണെങ്കിൽ ഈ ബ്ലോക്കൊക്കെ താണ്ടി അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു സമയമാകും. സോ മെട്രോ ആണ് ബെറ്റർ ഓപ്ഷൻ. ചാണക്യപുരി മെട്രോ സ്റ്റേഷനിൽ നിന്നും 10 rupees ടിക്കറ്റ് എടുത്ത് ഈ വാക്ക് വേയിലൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മളൊരു മെട്രോ സ്റ്റേഷനിൽ എത്തും. അവിടെ ഒന്ന് എഗെയിൻ ടിക്കറ്റ് എടുത്തിട്ടാണ് നമുക്ക് എയർപോർട്ടിലോട്ടുള്ള മെട്രോ കയറാൻ വേണ്ടി പറ്റുക. എയർപോർട്ട് മെട്രോ ആയതുകൊണ്ടായിരിക്കും ഇതുപോലെ ബസ് ടൈപ്പ് സീറ്റിംഗ് ഉള്ള മെട്രോ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പേ? ഡൽഹി എയർപോർട്ട് മെട്രോ സ്റ്റേഷൻ അല്ലെങ്കിൽ ഓറഞ്ച് ലൈൻ അണ്ടർഗ്രൗണ്ട് ആയിട്ടാണ് അവിടെ വരുന്നത്. ഷിജിൽ വർക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ആളുടെ കുറേ കൊളീഗ്സ് കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ട സ്വീറ്റ്സും ഫ്ലവേഴ്സൊക്കെ മേടിച്ച് ഞാനിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഞങ്ങളിപ്പോൾ കണ്ടിട്ട് ഏകദേശം 1 month ആവുന്നു. കഴിഞ്ഞ മാസത്തെ ലീവ് കഴിഞ്ഞ് വരുമ്പോൾ എയർപോർട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞ് ഞാൻ അത്താണിയിൽ ഉപേക്ഷിച്ചിട്ട് പോയ മുതലെയാണ് എനിക്ക് ഡൽഹി എയർപോർട്ടിൽ നിന്ന് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നാളത്തേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.